Dear students, very good morning all. Once more all are welcome to Business Management new video classroom. Today we are going to discuss a special two topic, that is supply chain management and logistics management. What is logistics and what is logistics management, and also what is supply chain management, then how to differentiate supply chain management from logistics. ഓക്കെ, എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്കൊക്കെ കേട്ടുകേൾവിയുള്ള വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ PG ഡിപ്ലോമ കോഴ്സുകൾ വരെ അവൈലബിൾ ആണ്. ഇപ്പോൾ +2 കോഴ്സ് കഴിഞ്ഞാൽ ലോജിസ്റ്റിക് കോഴ്സിന് പോകുന്നവരുണ്ട്. അതുപോലെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് ലോജിസ്റ്റിക്സ് ചെയ്യുന്നവരുണ്ട്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ പേപ്പർ BBA ഇൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഏരിയ തന്നെ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെക്ടറാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അതിന് ജോബ് കിട്ടുന്നത്, ഏത് തരത്തിലുള്ള ജോബാണ് ഉണ്ടാവുക, ഏതൊക്കെ സെക്ടറിലാണ് ഈ ലോജിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നത്, ദെൻ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ലോജിസ്റ്റിക്സും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ രണ്ടും സിമിലർ ആയിട്ടുള്ള ടേം ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് ആണ് മേജർ ആയിട്ടുള്ള കോമ്പണന്റ്. ദെൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോജിസ്റ്റിക്സ്. ഓക്കെ, ആൻഡ് ഓൾസോ ദിസ് ടേം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഇത് രണ്ട് ഇവന്റും എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അതിന്റെ ഒരു പാർട്ടാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ആയിട്ട്, അതായത് ഡിഫറെന്റ് പാർട്ടായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നു. ആ ഓരോ പാർട്ടിന്റെ ഇൻവോൾവ്മെന്റും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു കണ്ണിയായിട്ട് അത് വർക്ക് ചെയ്യാണ്. That means starting from the collection or procurement of raw material from any groups and converted into finished goods, then storing, packaging, labeling, then distribute or deliver final the consumers or the ultimate consumers. Then from the point of origin to the final point of the consumption of goods or services. അപ്പോൾ അത്തരത്തിലുള്ള സർവീസോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ റോ മെറ്റീരിയൽ എന്ന രീതിയിൽ സപ്ലയേഴ്സിൽ നിന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു. അത് നമ്മൾ റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽ ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് സ്റ്റോർ ചെയ്യണം, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യണം, റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണം. ദെൻ അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അതിന് നല്ല പാക്കേജിങ് കൊടുക്കണം. പാക്കേജിങ് കൊടുത്താൽ മാത്രം പോരാ, നല്ല ലാബലിംഗ് ടെക്നിക്ക് കൊടുക്കണം. ദെൻ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് ഫൈനൽ കൺസ്യൂമേഴ്സിന്റെ ഹാൻഡിലേക്ക് എത്തിച്ചു കൊടുക്കണം അറ്റ് എ പ്രോപ്പർ ടൈം. ദെൻ ഈ ഓരോ പ്രവർത്തനത്തിൻ്റെയും ഇൻവോൾവ്മെന്റ് ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നത്. അപ്പോൾ എന്തായിരിക്കും ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഫേമിന് അകത്തുള്ള ഇന്റർ ഫേം ട്രാൻസാക്ഷൻസ് ആണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ എന്തായിരിക്കും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? അത് ഔട്ടർ ആണ്. ദാറ്റ് മീൻസ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതൽ അവിടെയുള്ള റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി പാക്കേജിങ്ങും ലേബലിങ്ങും ഡിസ്ട്രിബ്യൂഷനും നടത്തിയിട്ട് ഫൈനൽ കൺസ്യൂമേഴ്സിന്റെ ഹാൻഡിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള മാനേജ്മെന്റും ഇൻവോൾവ് ആണ്. ഏതിൽ? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അതിന്റെ ഒരു നാരോ കോൺസെപ്റ്റ് ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് ഈസ് ദ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം പഠനത്തിന് വിധേയമാക്കുന്നു. അത് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഡിപ്ലോമ നേടിക്കൊണ്ട് ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ല സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പാക്കേജിങ് സെക്ഷനിൽ ആളുകൾ ആവശ്യമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ ആളുകൾ ആവശ്യമുണ്ട്,
ദെൻ സ്റ്റോഴ്സിൽ, സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ആവശ്യമുണ്ട്. ഇതിനൊക്കെ മാനേജ്മെന്റ് ചെയ്യുന്നതിന് ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെ പ്രോസസ്സിങ്ങിൽ ആളുകളെ ആവശ്യമുണ്ട്. ലാബിലിംഗ് പ്രോസസ് ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. പാക്കേജ് ചെയ്യുന്നതിന് ആളുകളെ ആവശ്യമുണ്ട്. റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നതിന് ആളുകളെ ആവശ്യമുണ്ട്. ഇതിനൊക്കെ വർക്ക് ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, ഇപ്പോൾ ആപ്പിൾ കമ്പനി അത് ചൈനയിൽ അവരുടെ ഒരു യൂണിറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് 20% പ്രൊഡക്ഷൻസ് നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. 2022 ആകുമ്പോഴത്തേനും അതെന്തായി പൂർണ്ണമായും ഇന്ത്യയിൽ ഇംപ്ലിമെന്റ്. അതിനുള്ള കരാറുകളൊക്കെ ഇന്ത്യൻ സർക്കാരുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊറോണന്റെ കേസിലാണ് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ അലർട്ട് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു യൂണിറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തൊഴിലവസരം ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ വോളിയം കൂടും. അങ്ങനെ ഒരുപാട്, ഇപ്പോൾ നമ്മൾ ജപ്പാൻ ഉത്പാദിപ്പിച്ചിട്ടുള്ള പ്രോഡക്റ്റ്, കൊറിയ ഉത്പാദിപ്പിച്ചിട്ടുള്ള പ്രോഡക്റ്റ്, ചൈന ഉത്പാദിച്ച, അമേരിക്ക ഉത്പാദിച്ചിട്ടുള്ള പ്രോഡക്റ്റ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മളാണ് ഇവിടുത്തെ എൻഡ് യൂസർ, ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് കൺസ്യൂമർ. എങ്ങനെ നമ്മളുടെ കയ്യിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞു? ഇതിന് ലാബലിംഗ് ഉണ്ടായിട്ടുണ്ട്, പാക്കേജിങ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ദെൻ ഒരുപാട് സ്റ്റോറിങ് ടൈമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കി, എൻഡ് കൺസ്യൂമറിന്റെ ഹാൻഡിലേക്ക് പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ ഇതിനകത്തുള്ള ഒരുപാട് പ്രോസസ് ഇൻവോൾവ് ആയതാണ് ഈ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പൊ ചൈന ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ചൈനക്ക് അതിനുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ. അപ്പൊ റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെ ചൈന ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓൾ പ്രോസസ് ആണ് എന്ത് ഈ പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന്. അപ്പൊ എന്തായിരിക്കും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ആ ചൈന ഉത്പാദിപ്പിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. സോ അത് ബാംഗ്ലൂരിൽ വരുന്നു, അല്ലെങ്കിൽ ഡൽഹിയിൽ വരുന്നു, അല്ലെങ്കിൽ UP വരുന്നു. ദെൻ ഇവിടെ ഒക്കെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. ദെൻ ആ സ്റ്റോർ ചെയ്തുള്ള പ്രോഡക്റ്റ് ഇനി കേരളത്തിലേക്ക് വരണം. കേരളത്തിലേക്ക് വരുമ്പോൾ അവനിപ്പോൾ തിരുവനന്തപുരത്ത് അതിനൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തു, ഒരു വെയർഹൗസ് ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തു, അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. അവിടെ നിന്നും കേരളത്തിലുള്ള ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിലുള്ള അവരുടെ ഔട്ട്ലെറ്റ് എവിടെയാണോ, അല്ലെങ്കിൽ അവരുടെ സെയിൽസ് ഓപ്പറേഷൻസ് എവിടെയാണോ നടക്കുന്നത്, അവിടേക്കൊക്കെ അവർ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിനകത്തുള്ള ഇന്റർ പ്രോസസ് ആണ്. ദെൻ ഔട്ടർ പ്രോസസ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ റോ മെറ്റീരിയൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഫേമിനകത്തുണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു നിന്നും ഔട്ട് ബൗണ്ടിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് അത് ക്വാളിറ്റിയുള്ള മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇന്റലിജന്റ് കപ്പാസിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റണം. അപ്പൊ ആ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ എത്തിയതു മുതൽ എൻഡ് കൺസ്യൂമറിന്റെ കയ്യിലേക്ക് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എത്തിക്കുന്നത് വരെയുള്ളതാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്നാൽ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് മുതൽ, അതിന്റെ മാനേജ്മെന്റ് മുതൽ, അതിന്റെ സ്റ്റോറിംഗ് മുതൽ അത് എൻഡ് കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അതുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു ഭാഗമാണെന്ന് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ഫിലിപ്പ് കോട്ടർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പ്ലാനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഫിസിക്കൽ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് യൂസ് ടു ദ മീറ്റ് കസ്റ്റമേഴ്സ് നീഡ്സ് അറ്റ് എ പ്രോഫിറ്റ്. എല്ലാവരും ബിസിനസ് റൺ ചെയ്തു പോകുന്നത് എന്തിനാ? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഫ്ലോ ഓഫ് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഓർ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് യൂസ് ടു മീറ്റ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് അറ്റ് എ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് ലോജിസ്റ്റിക്സ്. അതിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ലോജിസ്റ്റിക്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. What are the objectives of logistics? Number one, a reduction of inventory. What do you mean by inventory? Inventory means stock and trade. Okay, അപ്പോൾ ഇൻവെന്ററിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക. റിഡക്ഷൻ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി is one of the important factor which affect the profit of an organization to a large extent.
അപ്പോൾ സ്റ്റോഴ്സിന്റെ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പ്രോഫിറ്റിനെ വളരെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഇവന്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റോഴ്സിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക. അതിന് ലോജിസ്റ്റിക്സ് ഫ്ലുവൻ്റ് ആയിട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോഴ്സിന്റെ വോളിയം കൂടാൻ പോകുന്നില്ല. സെക്കൻഡ് വൺ, ഇക്കോണമി ഓഫ് ഫ്രൈറ്റ്. Freight is the major source of cost in logistics. This can be reduced by following measures like selecting the proper mode of transport, consolidation of freight, route planning, long distance shipment, etc. ഇപ്പോൾ ഇക്കോണമി ഓഫ് ഫ്രൈറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് മേലെ ചാർജ് ചെയ്യുന്ന റേറ്റിനെയാണ് ഫ്രൈറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇക്കോണമി ഓഫ് ഫ്രൈറ്റ്, ഇപ്പോൾ ഷിപ്പിൽ വരേണ്ട പ്രോഡക്റ്റ് ഉണ്ടാവും, ട്രെയിനിൽ വരേണ്ട പ്രോഡക്റ്റ് ഉണ്ടാവും, മറ്റ് വെഹിക്കിളിൽ വരേണ്ട പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും അല്ലെങ്കിൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കേസിൽ ഉണ്ടാകുന്ന കോസ്റ്റിന്റെ വോളിയം പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ദെൻ റിലയബിലിറ്റി ആൻഡ് സ്റ്റീഡ്നെസ് ഇൻ ഡെലിവറി ഓഫ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വളരെ സ്പീഡപ്പ് ആയിട്ട് അതെന്ത് ചെയ്യുക, ഡെലിവർ ചെയ്ത് കൊടുക്കുക. Then material required by the customer must be delivered on time, not prior to the schedule or after the schedule. എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. അവർ ആവശ്യപ്പെടുന്നതിന്റെ 1 വീക്ക് മുമ്പ് അല്ലെങ്കിൽ 1 മന്ത് മുമ്പ് അല്ലെങ്കിൽ 1 ഇയർ മുമ്പേ ഷെഡ്യൂൾ കൊടുത്തിട്ടും കാര്യമില്ല. അതുപോലെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ നെക്സ്റ്റ് വീക്കിൽ അങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുത്തില്ല. ഓൺ പ്രോപ്പർ ടൈം എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഡെലിവർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ മിനിമം ഡാമേജ് ടു പ്രോഡക്ട്സ്. പ്രോഡക്റ്റിന്റെ ഡാമേജ് മാക്സിമം മിനിമൈസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതെന്ത് ചെയ്യണം, നല്ല പ്രോപ്പർ പാക്കേജിങ് ഫെസിലിറ്റീസ് ഫോളോ ചെയ്യണം. ഡാമേജ് ഡ്യൂ ടു ഇംപ്രോപ്പർ പാക്കിംഗ്, ദെൻ ഫ്രീക്വന്റ് ഹാൻഡ്ലിംഗ് ഓഫ് കൺസൈൻമെന്റ് ആൻഡ് അതർ റീസൺസ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പാക്കിംഗ് ഇല്ലാതെ വരുമ്പോൾ തന്നെയാണ് പ്രോഡക്റ്റിന് എന്തുണ്ടാവുക, ഡാമേജ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു പാക്കിംഗ് ടെക്നിക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഒഴിവാക്കിയെടുക്കാം. ദെൻ ക്വിക്കർ ആൻഡ് ഫാസ്റ്റർ റെസ്പോൺസ്. Quicker and faster response. Then a firm must have a capability to extend service to the customer in a shortest time frame. അപ്പോൾ ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന റെസ്പോൺസ് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, അതെന്ത് ചെയ്യണം, വളരെ ക്വിക്കായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലോജിസ്റ്റിക്സ്. എന്താണ് ലോജിസ്റ്റിക്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? First one, order processing. Okay, then processing the orders received from customer in an activity which is important by itself and also consumes lot of time and the paperwork. For order canvas ചെയ്യുക, തന്നെയാണ് ഫസ്റ്റ് പ്രോസസ്. നമുക്കറിയാം, നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ഐഡിയാസും ആ പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിൽ നിന്നും ഓർഡർ കളക്ട് ചെയ്യുക. First function of logistics is order processing. The second one, inventory planning and management. അപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ചുകൊണ്ട് അതിന്റെ ഒപ്റ്റിമം ലെവൽ എന്താണോ അതനുസരിച്ചുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. സോ നല്ല ഒരു മാനേജ്മെന്റ് ഈ റോ മെറ്റീരിയലിന്റെ പ്രൊക്യൂർമെന്റിന്റെ ഏരിയയിൽ അപ്ലൈ ചെയ്തു കൊടുക്കണം. ഓക്കെ, ദെൻ തേർഡ് വൺ, വെയർഹൗസിംഗ്. നല്ല ഒരു വെയർഹൗസിംഗ് ഫെസിലിറ്റി ആ ഒരു യൂണിറ്റിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്യുന്നപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ റോ മെറ്റീരിയൽ വെയർഹൗസിൽ വെക്കണം. അത് പ്രോസസ്സിലേക്ക് കടന്നു, ബട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല. സോ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റണം, ഫിനിഷ്ഡ് ഗുഡ്സും സ്റ്റോർ ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഒരു വെയർഹൗസ് എക്യുപ്മെന്റ് ആവണം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, അത് ഡെലിവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഡെലിവർ ചെയ്ത് കൊടുക്കാനുള്ള നല്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആവണം. ആൻഡ് ദ പാക്കേജിങ്. അപ്പോൾ ആ ഒരു പാക്കേജിങ് ഫെസിലിറ്റീസ്, പാക്കേജിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്പോർട്ട് ചെയ്ത് പോകണം. അപ്പോൾ പാക്കേജിങ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു, വെയർഹൗസിങ് നടത്തുന്നു, ഓർഡർ ക്യാൻവാസ് ചെയ്യുന്നു, ഇങ്ങനെ പറയുന്ന ഫങ്ഷൻസ് ആണ് ലോജിസ്റ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ലോജിസ്റ്റിക്സും അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും ക്ലിയർ ആവാൻ പറ്റും. What are the difference between logistics management and supply chain management? എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാലും ആൻസർ ഇതിനകത്തുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചാലും ഉണ്ട്. ഇനി എക്സാമിന് ചോദിക്കുന്നത് what are the difference between logistics and supply chain management?
സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ആവുമെന്ന് ചോദിച്ചാലും ആൻസർ ഉണ്ട്. അപ്പോൾ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലീസ് ലിസൺ. ഫസ്റ്റ് വൺ, older term and small portion of supply chain management. Logistics is an old term. നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ഇവന്റ് ആണ്. ലോജിസ്റ്റിക്സ് പഠിക്കുക അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുക. എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. ഇറ്റ്സ് എൻ ഓൾഡ് കോൺസെപ്റ്റ്. ദെൻ സ്മോൾ പോർഷൻ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ്. അതിന്റെ ഒരു പോർഷൻ മാത്രമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ദെൻ വേറാസ് supply chain management is a new concept. Supply chain management എന്താണ്? ന്യൂ കോൺസെപ്റ്റ് ആണ്. ഇത് ഓൾഡ് കോൺസെപ്റ്റ് ആണ്, ഇത് ന്യൂ കോൺസെപ്റ്റ് ആണ്. ദെൻ ബ്രോഡർ ടേം. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു ബ്രോഡർ ടേം ആണ്. ഡിഫറൻസ് ക്ലിയർ ആയല്ലോ. ദെൻ ഓൾഡ് കോൺസെപ്റ്റ് ഓർ ഓൾഡ് ടേം, ദ ന്യൂ ടേം ഓർ ന്യൂ കോൺസെപ്റ്റ്, ദെൻ സ്മോൾ പോർഷൻ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ദെൻ ബ്രോഡർ ടേംസ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, ദ ഫ്ലോ ഓഫ് goods and services, information, capital right from raw material into final consumers. Then flow of goods, services, information, capital right from raw material to its final consumers. Within an organization, ഒരു ഓർഗനൈസേഷൻ അകത്ത് വന്നിട്ടുള്ള raw material നിന്ന് goods, services, information, capital right to its final consumers. ഓക്കെ, റോ മെറ്റീരിയൽ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഫോമിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആ ഫോമിൽ നിന്ന് ഉത്പാദിപ്പിച്ചിട്ടുള്ള ഗുഡ്സ്, സർവീസ്, ഇൻഫോർമേഷൻ, ക്യാപിറ്റൽ റൈറ്റ് അതെന്ത് ചെയ്യുന്നു? ടു ഇറ്റ്സ് ഫൈനൽ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. വെറാസ് ദ സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ. ഇവിടെ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസിന്റെ സോഴ്സ് കണ്ടെത്തണം. സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ, പ്രൊക്യൂർമെന്റ് ഓഫ് കൺസ്യൂമർ റിക്വയർമെന്റ്, കൺവേർഷൻ ഇൻ ടു ഫൈനൽ പ്രോഡക്റ്റ് and delivering on time at consumer end. Once more, the sourcing of raw material. ഇവിടെ എന്താ പറഞ്ഞത്? Then from raw material. ഇവിടെ raw material വന്നിട്ടുണ്ട്. ആ മെറ്റീരിയലിൽ നിന്ന് ഗുഡ്സും സർവീസും ഇൻഫോർമേഷനും ക്യാപിറ്റൽ റൈറ്റും പ്രൊവൈഡ് ചെയ്യാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽസിന്റെ സോഴ്സ് ഉണ്ട്. Then procurement of consumer requirement, conversion into final product and delivering on time at consumer end. എന്നിട്ട് എന്ത് ചെയ്യണം? റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയതിനു ശേഷം ആ പ്രോഡക്റ്റ് ഫൈനൽ കൺസ്യൂമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ദെൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഇന്റഗ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗുഡ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. റോ മെറ്റീരിയൽ മുതൽ ഗുഡ്സ് ആക്കി മാറ്റുന്നത് വരെയുള്ള ഇന്റഗ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗുഡ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. വൈ? കോഓർഡിനേഷൻ and management of supply chain of an organization. അപ്പോൾ റോ മെറ്റീരിയൽ ക്യാൻവാസ് ചെയ്യുന്ന സപ്ലയേഴ്സ് മുതൽ ഫിനിഷ്ഡ് ഗുഡ്സ് എൻഡായി കൺസ്യൂമേഴ്സിന്റെ ഹാൻഡിലേക്ക് കൊടുക്കുന്നത് വരെയുള്ള കോഓർഡിനേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദെൻ ഫോർത്ത് വൺ, ഇറ്റ്സ് ഒബ്ജക്റ്റീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ലോജിസ്റ്റിക്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫെയർ റേറ്റില്, പ്രോപ്പർ പാക്കിങ്ങില്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷനില്, നല്ല രീതിയിൽ കൺസ്യൂമേഴ്സിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന്റെ ഹാൻഡിലേക്ക് എത്തിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യലാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. വെറാസ് ഇറ്റ്സ് എംഫസൈസസ് മോർ ഓൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. അപ്പൊ എക്സ്റ്റെൻഡഡ് ഫോമാണ് ലോജിസ്റ്റിക്സിന്റെ എക്സ്റ്റെൻഡഡ് ഫോമാണ് ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നാണ്. സോ ഇറ്റ് എംഫസൈസസ് മോർ ഓൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. ദെൻ ഫിഫ്ത്ത് വൺ, ഏർലിയർ ടു ഡെലിവർ എനി ഗുഡ്സ് ഓർ സർവീസ് ടു ഇറ്റ്സ് ഫൈനൽ കസ്റ്റമർ ഓൺലി. ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഒരു എന്താ പറയാ, നാരോ കോൺസെപ്റ്റിലുള്ള ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. സോ ഏർലിയർ ടു ഡെലിവർ എനി ഗുഡ്സ് ഓർ സർവീസ് ടു ഇറ്റ്സ് ഫൈനൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഈ ഒരു പരിപാടി മാത്രമാണ് എന്തുള്ളത് ലോജിസ്റ്റിക്സിലുള്ളത്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻവോൾവ് ആൻഡ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ദ സെയിം. ദാറ്റ് മീൻസ് ഇതിനകത്ത്, അതായത് ലോജിസ്റ്റിക്സിൽ എങ്ങനെയാണോ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ അക്വയർ ചെയ്യുന്നത് അതിന്റെ മോഡേൺ കോൺസെപ്റ്റ് ആണ് ഏത് ചെയ്യുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നത്. സിക്സ്ത് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ ഓർഗനൈസേഷൻ.
ഒരു ഫേമിനകത്ത് നടക്കുന്ന ടോട്ടൽ ആക്ടിവിറ്റീസ് ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഒരു ഫേമിനകത്ത്, അതായത് ഓരോ ഫേമിനകത്തും ഇൻവോൾവ് ആവുന്ന പ്രോസസ് ആണ് ലോജിസ്റ്റിക്സ്. Then whereas multiple organization are involved, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻസ് ഉണ്ടായിരിക്കും, ദെൻ കോൺട്രാക്ട് ഉണ്ടായിരിക്കും, എഗ്രിമെന്റ് ഉണ്ടായിരിക്കും, ഇപ്പോൾ പ്രോഡക്റ്റിന്റെ അതായത് അതിന്റെ കോപ്പി റൈറ്റ് ഷെയർ ചെയ്യുന്ന കേസസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മൾട്ടി ലെവലിലുള്ള പ്രോസസ് ഇൻവോൾവ് ആണ് ഏതില്, ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. The seventh one, deliver the right product at the right time with all other attributes. റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇവന്റ് മാത്രമാണ് ഏത്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. Then whereas it involves planning, implementation and effective storage of goods and services between the point of origin and the point of consumption. ഒരു പ്രോഡക്റ്റിന്റെ ഒറിജിൻ സ്റ്റാൻഡ് മുതൽ അതിന്റെ ഒറിജിനൽ കൺസംഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും ഇതിനകത്തുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്. പ്ലാനിങ് എവിടെ തുടങ്ങണം, റോ മെറ്റീരിയൽ ഏത് സപ്ലയറിൽ നിന്ന് കളക്ട് ചെയ്യണം, അപ്പോൾ റോ മെറ്റീരിയൽ മാനേജ്മെന്റ് അവിടെ പ്ലാനിങ് നടക്കണം. ദെൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇഫക്റ്റീവ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണം, സെമി ഗുഡ്സ് സ്റ്റോർ ചെയ്യണം, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യണം, ആൻഡ് ആൾസോ ടു ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് മെയിൻ്റെനൻസ്. Then between the point of origin and the point of consumption. So it is a broader concept. Then last one, then activate like warehousing, packaging, order fulfillment, stock control and stock management. That means all activities involved within an organization. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ലൈക്ക് വെയർഹൗസിംഗ് നടക്കുന്നുണ്ട്, പാക്കേജിങ് നടക്കുന്നുണ്ട്, ഓർഡർ ഫുൾഫിൽമെന്റ് ഉണ്ട്, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾ പ്രോസസ് ഇൻബൗണ്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ. Whereas സീരീസ് ഓഫ് ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ management. Is it clear?